അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമായി. എന്നാൽ ആ മുഹറം 9, 10 ദിവസങ്ങളിൽ, മുഹറം 9, 10 താസുആ, ആശൂറാ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ മുൻ വർഷങ്ങളിൽ നിന്ന് വിപരീതമായി ഈ പ്രാവശ്യം മാസപ്പിറവി കാണുന്നതിൽ ഒരു വ്യത്യാസം വന്നതിനാൽ, അതായത് ഖാദിമാർ മാസപ്പിറവി കണ്ട് മുഹറം മാസം പ്രഖ്യാപിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം വന്നതിനാൽ എന്ന് നോമ്പ് പിടിക്കണം എന്ന് പലർക്കും ആശങ്കയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. കാലാവസ്ഥ മോശമായതിനാൽ മാസപ്പിറവി കാണുന്നതിൽ പല സ്ഥലത്തും, കേരളത്തിലെ പല സ്ഥലത്തും അതിന് ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ മാസപ്പിറവി കണ്ടു എന്ന് വെള്ളിയാഴ്ച ദിവസം വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിനാൽ ഒരു വിഭാഗം കഴിഞ്ഞ വെള്ളിയാഴ്ച 1 അതല്ല, മാസപ്പിറവി കാണാത്തതുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു 1 എന്നും മറുവിഭാഗവും പറയുകയും ഖാദിമാർ പറയുകയും അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുകയും ചെയ്തു. പക്ഷേ നാം ആദ്യമായി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം മസ്അലകൾ എങ്ങനെയാണോ അതനുസരിച്ചാണ് ഖാദിമാർ അവർ നിയമം പറയുന്നത്. അതുകൊണ്ട് മാസപ്പിറവി കണ്ടാലേ ഖാദിമാർക്ക് അത് മാസം ഉറപ്പിക്കാൻ അവർക്ക് കഴിയൂ. അതുകൊണ്ട് 2 ഖാദിമാർ, കേരളത്തിൽ തന്നെയുള്ള 2 ഭാഗത്തുള്ള 2 ഖാദിമാർ, ആ ഖാദിമാരിൽ ഒരു ഖാദി ഖാദിക്ക് മാസപ്പിറവി ദൃശ്യമാവുകയും ഒരു ഖാദി മാസപ്പിറവി കാണുകയും മറ്റേ ഖാദി കാണാതിരിക്കുകയും ചെയ്താൽ അവർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറയൽ അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഖാദിമാരെ കുറ്റം പറയാനോ, എന്തുകൊണ്ടാണ് കേരളത്തിൽ തന്നെ 2 അഭിപ്രായം വന്നത്, അങ്ങനെയൊക്കെ പറയാനോ നമുക്ക് അവകാശമില്ല. അപ്പോൾ ഖാദി ആ വ്യാഴാഴ്ച ദിവസം വൈകിട്ട് മാസപ്പിറവി കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ശനിയാഴ്ചയായിരിക്കും 1 എന്ന നിഗമനത്തിലിരിക്കുകയും, എന്നാൽ വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചില ഖാദിമാർ അങ്ങനെ വെള്ളിയാഴ്ച 1 പ്രഖ്യാപിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ശനി ഞായർ മുഹറം 9, 10 വരും. അതല്ല, കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ഖാദിമാർ അങ്ങനെ മുഹറം 9, 10 ഞായറും തിങ്കളുമാണ് എന്നും പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, നാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഹറം 1 മുതൽ 10 ദിവസവും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതല്ലെങ്കിൽ മുഹറം 1 മുതൽ മുഹറം കഴിയുന്നത് വരെയും 30 ദിവസവും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതുകൊണ്ട് ശനി ഞായർ മുഹറം 9, 10 ആകട്ടെ, അതല്ല ഇനി ഞായറും തിങ്കളും ആകട്ടെ, നമുക്ക് ആ 3 ദിവസവും അങ്ങ് നോമ്പ് പിടിച്ചാൽ ആ പ്രശ്നം തീർന്നു. അവിടെ ഖാദിമാരെ കുറ്റം പറയാനും വിധി പറഞ്ഞവരെ കുറ്റം പറയാനും നടക്കാതെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നുകിൽ നാളെ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക. അതല്ല, 3 ദിവസവും നോമ്പ് പിടിക്കാൻ ഒരാൾക്ക് വയ്യ എങ്കിൽ എന്ത് ചെയ്യുക? ശനി ഞായർ ദിവസങ്ങളിൽ മുഹറം 9, 10 ആണ് എന്ന് പറഞ്ഞ ഖാദിമാരെ പിൻപറ്റിക്കൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക. അതല്ല, ഞായറും തിങ്കളുമാണ് മുഹറം 9, 10 എന്ന് പറഞ്ഞ ഖാദിമാരെ പിൻപറ്റിക്കൊണ്ട് ഒന്നുകിൽ ഞായർ തിങ്കൾ നോമ്പ് പിടിക്കുക. നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അതല്ലാതെ നമ്മൾ ഖാദിമാരെ കുറ്റം പറയാനും അല്ലെങ്കിൽ നോമ്പെല്ലാം നഷ്ടപ്പെട്ടു പോയോ അങ്ങനെ ചിന്തിക്കാനും പോകേണ്ട ഒരാവശ്യം ഇല്ല എന്ന് ഈ സമയത്ത് ഉറപ്പെടുത്തുകയാണ്. മുൻകാലങ്ങളിലും ഇങ്ങനെ മാസപ്പിറവി കാണുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെളിയങ്കോട് ഉമർ ഖാദിയും പൊന്നാനി ഖാദിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർ ഒരുപാട് വിദൂരത്തുള്ളവരല്ല, മറിച്ച് ഒരു പുഴയുടെ അക്കരയും ഇക്കരയുമാണ്. പക്ഷേ ഒരു പൊന്നാനി ഖാദി മാസപ്പിറവി കണ്ടില്ല, വെളിയങ്കോട് ഉമർ ഖാദി മാസപ്പിറവി കണ്ടു. അപ്പോൾ 2 ഭാഗത്തും പുഴയുടെ ഇപ്പുറത്തുള്ള വെളിയങ്കോടുകാർക്ക് റമദാൻ 1, അവർ റമദാൻ നോമ്പ് പിടിക്കുകയാണ്. പുഴയുടെ അക്കരെയുള്ള പൊന്നാനിക്കാർക്ക് റമദാൻ ഒന്നായിട്ടില്ല.
അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ്. കാരണം അവർക്കന്ന് നോമ്പല്ല, അവരുടെ ഖാദി മാസപ്പിറവി കണ്ടിട്ടില്ല. അങ്ങനെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഖാദിമാരെ പിൻപറ്റുക, ഖാദി ഉണ്ടെങ്കിൽ ആ ഖാദിയെ പിൻപറ്റൽ അവരെ ബൈഅത്ത് ചെയ്തവർക്ക്, മറ്റുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് നിർബന്ധമാണ്. നമ്മൾ ഏതുപോലെ നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ ഇമാമും മഅ്മൂമുമായിട്ട് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആ ഇമാമിനെ പിന്തുടരൽ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾക്ക് നിർബന്ധമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഇമാം നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ റക്അത്തിലെ ആദ്യത്തെ അത്തഹിയാത്ത്, ആ ആദ്യത്തെ അത്തഹിയാത്ത് ഇമാം അങ്ങ് മറന്നുപോയാൽ, ഇമാം അത്തഹിയാത്ത് ഓതാതെ രണ്ടാമത്തെ റക്അത്തിൽ ആദ്യത്തെ അത്തഹിയാത്ത് ഓതാതെ ഇമാം അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ഇമാം എഴുന്നേറ്റെങ്കിൽ എഴുന്നേക്കട്ടെ, ഞാൻ അത്തഹിയാത്ത് ഓതിയിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് മഅ്മൂമീങ്ങൾ അത്തഹിയാത്തിന് വേണ്ടി അവിടെ ഇരുന്നാൽ അവൻ്റെ നിസ്കാരം ബാത്തിലായി പോകും. യഥാർത്ഥത്തിൽ അവൻ തെറ്റ് വല്ലതും ചെയ്തോ? നിസ്കാരത്തിൽ സുന്നത്തായ അത്തഹിയാത്ത്, ഇമാമ മറന്നുപോയ അത്തഹിയാത്ത്, ഇമാമ ചെയ്യാത്ത അത്തഹിയാത്ത്, അത് നിസ്കാരത്തിലുള്ള അത്തഹിയാത്താണ് ഈ മനുഷ്യൻ ഓതിയത്. പക്ഷേ നിസ്കാരത്തിലുള്ള ഇമാമ ചെയ്യേണ്ടിയിരുന്ന ഒരു കർമ്മം പക്ഷേ ഈ മഅ്മൂമ് ചെയ്താൽ നിസ്കാരം ബാത്തിലാവുകയാണ്. കാരണം അവിടെ ഇമാമിനെ അവൻ പിൻപറ്റുന്നില്ല, ഇമാമിനെ അനുസരിച്ചില്ല എന്ന കാരണത്താൽ അവൻ്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോയി. പിന്നെ ആദ്യം മുതൽ അവൻ നിസ്കരിക്കണം. അതാണ്. അപ്പോൾ ഇമാമ് എന്താണോ ഇമാമിനെ അനുസരിക്കൽ മഅ്മൂമീങ്ങൾക്ക് നിർബന്ധമായതുപോലെ നമ്മൾ പിൻപറ്റുന്ന ഏത് ഖാദിമാരെയാണോ ആ ഖാദി പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുക. ഇനി ഇവിടെ ചിലർ പറഞ്ഞു ആ മാസപ്പിറവി കണ്ടു എന്ന് വെള്ളിയാഴ്ച ഒരു 11 മണി ആയപ്പോഴേക്കാണല്ലോ അറിഞ്ഞത്. അങ്ങനെ 11 മണിക്ക് തൊട്ട് മുമ്പ് ആ 11 മണിക്ക് ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ മാസപ്പിറവി കണ്ടിരുന്നു എന്ന്. 11 മണിക്കാണ് വ്യാഴാഴ്ച വൈകിട്ട് ആ മഗ്‌രിബിന്റെ സമയത്ത് ഞാൻ മാസപ്പിറവി കണ്ടു എന്ന്. പിറ്റേന്ന് വെള്ളിയാഴ്ച ഉച്ച സമയത്താണ് ഒരാൾ വന്ന് പറയുന്നതെങ്കിൽ പോലും അത് വിശ്വാസയോഗ്യനായ ഒരാളാണെങ്കിൽ അംഗീകരിക്കണമെന്നാണ്. അതുകൊണ്ട് 11 മണി 10 മണി 12 മണി അതൊന്നും നമ്മൾ സമയം നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് കിട്ടിയിട്ടായിരിക്കുമല്ലോ ഖാദിമാരങ്ങനെ പറഞ്ഞത്. മറ്റു ഖാദിമാർക്ക് ആ വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് കിട്ടിയില്ല, അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ രണ്ടുപേരെയും നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി ചിലർ പറയുന്നു എവിടാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല, എവിടെ കണ്ടു എന്ന് വെളിപ്പെടുത്തിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഇനി ഖാദി ഈ മാസപ്പിറവി കണ്ടു എന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച 1 എന്നും ഈ വരുന്ന നാളെയും മറ്റന്നാളും ശനി ഞായർ മുഹറം 9, 10 എന്നും പറഞ്ഞ ഖാദിമാർ അവർ എങ്ങും കാണാതെയാണ് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടാതെയാണ് അവരങ്ങനെ പറഞ്ഞതെങ്കിൽ ഒന്നുകിൽ അവർ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വിശ്വാസയോഗ്യനായ ഒരാൾ കണ്ടതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുമില്ല. അങ്ങനെ കിട്ടാതെയാണ് പറഞ്ഞതെങ്കിൽ അവരും അള്ളാഹും തമ്മിലായിക്കോട്ടെ, നമുക്ക് സാധാരണക്കാരായ നമുക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ തെറ്റവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അള്ളാഹും തമ്മിലായിക്കോളും, അവരും മറുപടി പറഞ്ഞോളും, നമ്മളതിൻ്റെ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മസ്അല പഠിച്ച് ഫിഖ് നല്ലതുപോലെ പഠിച്ച ഖാദിമാരാണല്ലോ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്, അവരാണല്ലോ നമ്മളെ മസ്അല പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ അനുസരിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആരും ആശങ്കപ്പെടേണ്ടതില്ല. കഴിയുന്നവരെല്ലാം ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക. അതല്ല ഇനി 3 ദിവസവും എന്തിനാ അങ്ങനെ നോമ്പ് പിടിക്കുന്നത്? ഏതാണോ കറക്റ്റ് മുഹറം 9, 10 അങ്ങനെ ഞാൻ നോമ്പ് പിടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പിൻപറ്റുന്ന ഏത് ഖാദിമാരെയാണോ നമ്മൾ പിൻപറ്റുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുക. ഒന്നുകിൽ ശനി ഞായർ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക മുഹറം 9, 10 ആയിട്ട്, അതല്ലെങ്കിൽ ഞായറും തിങ്കളും നോമ്പ് പിടിക്കുക, അതല്ലെങ്കിൽ 3 ദിവസവും പിടിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ. അല്ലാതെ ആരും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ഈ നഈമി വിഷൻ എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.